പുരാതന കാലത്ത് രത്നമാല പർവ്വതത്തിൽ ദൂഷണൻ എന്ന ഭയങ്കരാസുരൻ ജീവിച്ചിരുന്നു. അധികാരത്തിന്റെയും അജയ്യത്വത്തിന്റെയും മോഹത്തിൽ അവൻ കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചു. തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദൂഷണൻ പറഞ്ഞു, എനിക്ക് അജയത്വം വേണം. ആരും എന്നെ ജയിക്കരുത്. ബ്രഹ്മാവ് അവന് ആ വരം നൽകി. എന്നാൽ ആ വരം ലഭിച്ചതോടെ ദൂഷണൻ അഹങ്കാരത്തിൽ മുങ്ങി ധർമ്മത്തെയും വേദമാർഗത്തെയും ദൈവാരാധനയെയും വെറുക്കാൻ തുടങ്ങി. വേദം, യാഗം, ഋഷിമാർ, ബ്രാഹ്മണർ, പ്രത്യേകിച്ച് ശിവഭക്തി എല്ലാം അവൻ വെറുത്തു. ലോകത്ത് ദൈവപൂജയല്ല, തന്റെ ആജ്ഞ മാത്രമേ നടക്കൂ എന്ന അഹങ്കാരത്തിലായിരുന്നു അവൻ. ശേഷം അവൻ ലക്ഷ്യമിട്ടത് പുണ്യനഗരമായ അവന്തിയെയാണ്, ഇന്നത്തെ ഉജ്ജയിനി. അവിടെ വേദപ്രിയൻ എന്ന മഹാഭക്ത ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ദേവപ്രിയൻ, പ്രിയമേധൻ, സുകൃതൻ, സുവ്രതൻ എന്നിവരും പിതാവിനെ പോലെ തന്നെ ഭക്തിയിൽ ഉറച്ചവരായിരുന്നു. അവർ ദിവസേന മണ്ണുകൊണ്ട് പാർത്ഥിവലിംഗം നിർമ്മിച്ച് ശിവനെ ആരാധിച്ചു. ജപം, ഹോമം, പൂജ, ധ്യാനം, അവരുടെ ജീവിതം മുഴുവൻ ശിവഭക്തിയായിരുന്നു. ഈ ശിവാരാധന കണ്ട ദൂഷണൻ ക്രോധത്തോടെ അസുര സൈന്യവുമായി അവന്തിയെ വളഞ്ഞു. അവൻ വേദപ്രിയനെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും നോക്കി കൽപ്പിച്ചു, ഈ ശിവപൂജ ഉടൻ നിർത്തുക. ഇനി ഇവിടെ എന്റെ ആജ്ഞ മാത്രമേ നടക്കൂ. പക്ഷേ വേദപ്രിയനും പുത്രന്മാരും ഭയപ്പെട്ടില്ല. വേദപ്രിയൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, പ്രാണൻ പോയാലും ശിവാരാധന ഞങ്ങൾ നിർത്തില്ല. ഇത് കേട്ട് ദൂഷണൻ ക്രോധത്തോടെ ഭക്തരെ സംഹരിക്കാൻ മുന്നേറി. എന്നാൽ വേദപ്രിയനും പുത്രന്മാരും ആയുധമെടുത്തില്ല. അവർ ശിവലിംഗത്തിന്റെ മുമ്പിൽ പൂർണ്ണ ശരണത്തോടെ പ്രാർത്ഥിച്ചു, മഹാദേവ, നീയല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല, ഞങ്ങളെ രക്ഷിക്കണമേ. ആ നിമിഷം ഭൂമി നടുങ്ങി, ആകാശം മുഴങ്ങി. പൂജാസ്ഥലത്തുനിന്ന് ഭയങ്കര ദിവ്യപ്രഭ പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ നിന്നാണ് ഭഗവാൻ ശിവൻ മഹാകാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് സൗമ്യരൂപമല്ലായിരുന്നു. കാലത്തെയും മരണത്തെയും ഭയത്തെയും കീഴടക്കുന്ന ഉഗ്രസ്വരൂപമായിരുന്നു അത്. മഹാകാലന്റെ ഒരു ഭയങ്കര ഹുങ്കാരം മാത്രം. ദൂഷണനും അവന്റെ അസുര സൈന്യവും ഒരു നിമിഷം കൊണ്ട് ഭസ്മമായി. അധർമ്മം നശിച്ചു. ഭക്തർ രക്ഷിക്കപ്പെട്ടു. വേദപ്രിയനും പുത്രന്മാരും കണ്ണീരോടെ ശിവനെ നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു, ഭക്തരെ രക്ഷിക്കാനായി ഞാനിവിടെ മഹാകാലനായി നിത്യവും വസിക്കും. അങ്ങനെ അവന്തിയിൽ മഹാകാലേശ്വര ജ്യോതിർലിംഗം പ്രസിദ്ധമായി.